മധ്യദേശത്തിലെ രാജാവ് അശ്വപതി ഒരു പുത്രിയെ പ്രതീക്ഷിച്ച് വർഷങ്ങളോളം പ്രാർത്ഥിച്ചു. അവസാനം ബ്രഹ്മാവിന്റെ അനുഗ്രഹത്താൽ സാവിത്രി ജനിച്ചു. സാവിത്രി ഒരു സുന്ദരിയായി വളർന്നു. ഒരു ദിവസം കാട്ടിൽ അവൾ ശെൽവരാജ്യത്തെ അന്ധനായ രാജാവായ ദ്യുമത്സേനയുടെ മകനായ സത്യവാൻ എന്ന രാജകുമാരനുമായി കണ്ടുമുട്ടി. അവൻ ദരിദ്രനായിരുന്നാലും ധാർമ്മികനും ഗുണവാനുമായിരുന്നു. സാവിത്രി സത്യവാനെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ നാരദമുനി പറഞ്ഞു, സത്യവാന്റെ ആയുസ് ഏതാനും മാസങ്ങൾ മാത്രം. പക്ഷേ സാവിത്രി അടി പിന്മാറിയില്ല. വിവാഹത്തിനു ശേഷം സാവിത്രി ഭർത്താവിനൊപ്പം കാട്ടിൽ താമസിച്ചു. ഒരു മരച്ചുവട്ടിൽ പ്രിയതമയുടെ മടിയിൽ തലചായ്ച്ചുറങ്ങിയ സത്യവാന്റെ ആത്മാവിനെ പിടികൂടാൻ മരണദേവനായ യമൻ നേരിട്ടു പ്രത്യക്ഷപ്പെട്ടു. ദുഃഖിതയായ സാവിത്രി തന്റെ ഭർത്താവിന്റെ ആത്മാവിനെ കൊണ്ടുപോകുമ്പോൾ യമനെ പിന്തുടർന്നു. മഹാനുഭാവ, നീയല്ലേ ഈ ലോകത്തിന് നീതി പകർന്നു നൽകുന്നവൻ. എന്നാൽ ഒരു സദ്വൃത്തനായ ആത്മാവിനെ അവന്റെ സമർപ്പിതയായ ഭാര്യയിൽ നിന്ന് വേർപെടുത്തിയാൽ അത് കരുണയുടെയും നീതിയുടെയും നിയമങ്ങൾക്ക് വിരുദ്ധമാകില്ലേ? യമദേവൻ അല്പം ചിരിച്ചു. ധർമ്മം എന്റെ വഴിയാണ് കന്യേ, മനുഷ്യർക്ക് നിത്യജീവിതം നൽകാനാവില്ല. അങ്ങനെ ആണെങ്കിൽ അങ്ങ് ഒരിക്കലും ധർമ്മത്തെ മറക്കരുത്. സത്യവും നീതിയും ഒരുമിച്ചു നിൽക്കുന്നിടത്താണ് സത്യം വിജയം നേടുന്നത്. ഒരുവന്റെ ഭാര്യ അവന്റെ അർദ്ധാംഗിനിയാണ്. ഭർത്താവില്ലെങ്കിൽ അവൾ എന്തിനാണ് ജീവിക്കുക? നിന്റെ വാക്കുകൾ ഗംഭീരമാണ് സാവിത്രി. ഞാൻ നിന്നെ സന്തോഷിപ്പിക്കാൻ 3 വരങ്ങൾ നൽകാം. എന്നാൽ ഞാൻ ചോദിക്കുന്നവ തന്നെ നൽകണം. ചോദിക്കൂ. എന്റെ അച്ഛൻ നഷ്ടപ്പെട്ട രാജ്യം വീണ്ടെടുത്ത് വീണ്ടും രാജാവാകണം. തഥാസ്തു. രണ്ടാമത് എന്റെ അച്ഛന് 100 പുത്രന്മാർ ഉണ്ടാകട്ടെ. തഥാസ്തു. അവസാനമായി എനിക്കും 100 പുത്രന്മാർ ഉണ്ടാകണം. നിശ്ചയമായും. എന്നാൽ എനിക്ക് കുട്ടികളുണ്ടാവണമെങ്കിൽ എന്റെ ഭർത്താവ് ജീവനോടെ ഇരിക്കണം. അതല്ലേ തർക്കമില്ലാത്ത സത്യം? യമൻ അമ്പരന്നു. അവളുടെ വാക്ചാതുര്യവും ധൈര്യവും കണ്ടു സന്തോഷിച്ചുകൊണ്ട് പറഞ്ഞു, നീ നിന്റെ ജ്ഞാനം കൊണ്ട് എന്നെ തോൽപ്പിച്ചു സാവിത്രി. നിന്റെ ഭർത്താവിന്റെ ജീവൻ ഞാൻ തിരികെ തരുന്നു. അങ്ങനെ തന്റെ അചഞ്ചലമായ വിശ്വാസത്തിലൂടെയും ബുദ്ധിശക്തിയിലൂടെയും സാവിത്രി മരണത്തെ പോലും കീഴടക്കി.